ഹലോ, ഇന്ന് നമ്മൾക്കൊരു പഴനിറ ഉണ്ടാക്കാം. നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്ന് പറയുന്ന ഈ പഴം കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും, മടിയായിരിക്കും. അപ്പോൾ അത് നമ്മൾക്ക് ഈ പഴനിറ ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പറയാം. തേങ്ങ വേണം, അവൽ വേണം, ശർക്കര വേണം, ഗോതമ്പ് മാവ്, മൈദ ഉപയോഗിക്കും. ഞാൻ ഗോതമ്പ് മാവാണ് ഉപയോഗിക്കാറ്. പിന്നെ നേന്ത്രപ്പഴം, 2 ഏലക്ക, കുറച്ച് ജീരകം, കുറച്ച് എള്ള്, കുറച്ച് ഉപ്പ്. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാൻ ഇച്ചിരി വെള്ളം വയ്ക്കാം. ആ വെള്ളത്തിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്ക് അരിച്ചെടുക്കണം. കാരണം എങ്ങാനും കല്ലോ തരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഉരുകാൻ വെക്കുകയാണ്. അപ്പം അത് ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വലിയവരുൾപ്പെടെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ബേക്കറിയും ഇതുപോലെ എന്താ പറയുക, അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി ദിവസങ്ങളിലൊക്കെ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ കുഞ്ഞിലേ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലുതാവുമ്പോഴും അത് അവർക്ക് പിന്നെ വേറെ കഴിക്കാൻ അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. നമ്മളും കൂടെ കുറച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് കഴിക്കാം എന്നോർക്കും. പക്ഷേ അങ്ങനെ അല്ലാണ്ട് നമ്മൾ ആ ടൈമിൽ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ശീലമാക്കിയാൽ അവർ പിന്നെ അതേ കഴിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഈ ശർക്കര ഉരുകുന്ന സമയത്ത് നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് എള്ള് ഇതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുകയാണ്. നമുക്ക് ജീരകവും ഏലക്കായും കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടാൻ ഏലക്കായുടെ ഫ്ലേവറും ആ ജീരകം പൊടിയുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. നമുക്കത് പൊടിച്ച് എടുക്കാം. ജീരകവും ഏലക്കായും ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുവാണ്. ശർക്കര നോക്കുമ്പോൾ അലിഞ്ഞിട്ടുണ്ട്. കുറച്ച് നല്ലോണം തിളച്ചോട്ടെ. ആ സമയത്ത് നമുക്ക് ജീരകം പൊടിക്കാം. ജീരകം പൊടിച്ച് നമ്മൾ ആ മാവിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചെടുക്കാം. ചൂട് ശർക്കരയൊക്കെ ഇങ്ങനെ അരിക്കണ സമയത്തൊക്കെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം.
ശർക്കരയിൽ കുറച്ച് കരടൊക്കെ ഉണ്ട്. അതാണത് അരിഞ്ഞ് അരിച്ച് കിട്ടാത്തത്. സാധാരണ അങ്ങനെ അരിച്ച് കിട്ടാൻ പ്രയാസമുള്ള രീതിയിൽ കരടൊന്നും ഉണ്ടാവാറില്ല ഈയിടെ. പണ്ടൊക്കെ വാങ്ങുന്ന ശർക്കരയിലൊക്കെയാണ് അങ്ങനെ ഉണ്ടാവല്. ഇതിലിപ്പോൾ കുറച്ച് കരട് കാണുന്നുണ്ട്. നമ്മളത് അരിച്ചെടുക്കുകയാണ്. അതോടൊപ്പം ആ തിളയ്ക്കുന്ന ശർക്കര പാനിയിൽ ഉള്ള ജലാംശം ഇച്ചിരി കുറഞ്ഞോളുകയും ചെയ്യും. പണ്ടൊക്കെ കനം കുറഞ്ഞ അവൽ തേങ്ങ കൂട്ടി ശർക്കരയൊക്കെ കൂട്ടി നല്ലോണം തിരുമ്മി കഴിക്കാം. അപ്പം അവരിനൊരു പ്രത്യേക മണവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ജലാംശം കുറയുന്നു. നമ്മൾ തേങ്ങ കുറച്ചായിട്ട് ചേർത്ത് ഈ പാനിയായിട്ട് നല്ലോണം മിക്സാക്കുകയാണ്. നല്ല അളവ് തേങ്ങ വേണം. അവലിൻ്റെ ഇരട്ടിയോളം തന്നെ തേങ്ങ ഉണ്ടെങ്കിൽ അത്രയും സ്വാദ് ഉണ്ടാവും. ഇന്നിപ്പോൾ അത്രയും തേങ്ങ ഒന്നും ഇല്ല. കുറച്ച് നമ്മൾ ഈ തേങ്ങ ചേർത്ത് വീണ്ടും ഇളക്കുകയാണ്. നമുക്ക് അവൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ അടുത്ത് നട്ട്സ് റേസിൻസൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സും റേസിൻസും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യിൽ ചൂടാക്കിയിട്ടോ അല്ലാതെയോ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ റേസിൻസ് ഞാനത് ചേർക്കാൻ മറന്നിരിക്കണോ. നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഫുള്ളി എൻഗേജ്ഡ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ മറവി പോലുള്ള കാര്യങ്ങളൊക്കെ, ടെൻഷനൊക്കെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കൂടാതെ ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി എങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ അവൽ വിളയിച്ചെടുത്തിട്ടുണ്ട്. കട്ടിയുള്ള അവലാകുമ്പോൾ ഇതുപോലെ വിളയിച്ച് സോഫ്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ജോസൊക്കെ ചവയ്ക്കാൻ വേദന എടുക്കും. നമ്മൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിലും കഴിക്കാൻ മടി വിചാരിക്കും. അതാണ് ഇങ്ങനെ വിളയിച്ച് അവൽ സോഫ്റ്റ് ആക്കുക, കൂടുതൽ തേങ്ങയൊക്കെ ചേർത്തിട്ട്. ഈ സമയം നമ്മൾ ഈ അവൽ വിളയിച്ച് തണുക്കാതെ നമ്മൾ ശർക്കരയൊക്കെ ചൂടായിരിക്കും. അത് കാരണം തണുക്കാൻ വെച്ചിട്ട് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യാണ്. കട്ടയില്ലാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ്.
ഓൾറെഡി നമ്മൾ കുറച്ച് എള്ള്, ജീരകം, ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഈ നേന്ത്രപ്പഴം എടുത്തിട്ട് അതിന് നടുവിലൊരു സ്ലിറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് നേന്ത്രപ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത് ടു പീസസ് ആയിട്ട് സെപ്പറേറ്റ് ആയി പോകരുത്, ശ്രദ്ധിച്ചാൽ നല്ല കാര്യം. അപ്പോൾ ആ സ്ലിറ്റിനുള്ളിൽ നമ്മൾ ഈ അവൽ വിളയിച്ചത് മിക്സ് നമ്മൾ ഫില്ല് ചെയ്യണം ഈ നേന്ത്രപ്പഴ സ്ലിറ്റിനുള്ളിൽ. അപ്പോൾ അത് എത്രയും സാധിക്കുമോ അത്രയും നമ്മൾ ഫില്ല് ചെയ്യണം. പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യണം. എത്രയും കൂടുതൽ അവൽ വിളയിച്ചത് ഫില്ല് ചെയ്യുന്നു അത്രയും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. ഫ്ലേവറിന് വേണ്ടിയിട്ട് അവൽ വിളയിച്ചതിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ചേർത്തിട്ടുണ്ട്. നല്ലോണം ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ 2 ഡബ്ബയുടെ മുകളിലൊക്കെ ഫോണ് 2 ഡബ്ബയുടെ മുകളിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ഒരു ഡബ്ബ വെച്ചപ്പോൾ ഹൈറ്റ് ഇല്ലാഞ്ഞിട്ട് അത് പാത്രം ഇത്രയും ക്ലിയറായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ 2 ഡബ്ബ വെച്ച് ഹൈറ്റ് ഉയർത്തിയിട്ടാണ് അതിലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഈ മൊബൈൽ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ മൊബൈലിൻ്റെ വെയിറ്റ് കൊണ്ട് മറിഞ്ഞ് ഈ അടുപ്പത്തിരിക്കുന്ന പാത്രത്തിലേക്ക് വീഴാണ്ടിരിക്കാൻ പഞ്ചസാര ഇട്ട ഒരു ബോട്ടിൽ ആ കണ്ടെയ്നറിലേക്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നമ്മുടെ ഒരു പഠന പീരീഡാണ്. അപ്പോൾ ആ പഠന പീരീഡിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ ടെക്നിക്സും പഠിച്ചെടുക്കുക. ഇപ്പം ഈ ഹൈറ്റിൽ ഫോക്കസിങ് കറക്റ്റ് ഏകദേശം ഓക്കെ പറയാം. സൈഡ് വ്യൂസ് അത്ര കിട്ടുന്നില്ല, കാരണം അത് കിട്ടുന്ന തരത്തിൽ മൊബൈൽ തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊബൈൽ താഴെ വീഴും, അല്ലെങ്കിൽ അടുപ്പത്തേക്ക് ആ ഫ്രൈയിങ് പാനിലേക്ക് വീഴും. ഇങ്ങനെയുള്ള പോരായ്മകൾ കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആവാതെ കുറച്ച് ചിൽ ആയിട്ട് വീഡിയോ കാണണം. അങ്ങനെ നമ്മൾ പാൻ ചൂടാകാൻ വെച്ചു. അവൽ വിളയിച്ചത് ചെറിയൊരു പാത്രത്തിലേക്ക് 2 ബനാനാസ് ഫില്ല് ചെയ്യാനുള്ളത് അവൽ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി അവൽ നമ്മൾ അപ്പുറം മൂടി വെച്ചേക്കുകയാണ്. നല്ലോണം ഈ ബനാന സ്ലിറ്റിലേക്ക് നമ്മൾ ഈ അവൽ വിളയിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് മാക്സിമം പറ്റുന്നിടത്തോളം നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബാറ്ററിൽ ഈ പഴനിറ കംപ്ലീറ്റ്ലി ആ ബാറ്ററിൽ ഇമേഴ്സ്ഡ് ആവുന്ന പോലെ, ഇമേഴ്സ്ഡ് ആവാത്ത ഭാഗത്ത് ആ ബാറ്റർ ഇങ്ങനെ കോരി ഒഴിച്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന പോലെ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് ബാറ്റർ എല്ലാ ഭാഗത്തും പഴനിറയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുകയാണ്. ഇനി നമ്മൾ പാൻ ചൂടായി. അപ്പം നമുക്കിനി വെളിച്ചെണ്ണയാണ് ഈ എടുക്കുന്നത്. അത് കട്ടിക്ക് കണ്ടിട്ട് പാം ഓയിൽ അങ്ങനെ ബട്ടറൊന്നും അല്ല, അത് വെളിച്ചെണ്ണയാണ്. ആ ബോട്ടിലിനുള്ളിൽ സ്പൂണ് ഉറഞ്ഞ
അതിനൊപ്പം ആയിപ്പോയിട്ടുണ്ട്. അത് കാരണം വേറൊരു സ്പൂണ് എപ്പോഴും നനവുള്ള സ്പൂണൊന്നും എടുക്കാണ്ടിരിക്കാൻ ഇതുപോലൊരു കണ്ടെയ്നറിനുള്ളിൽ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എണ്ണ എടുത്തിട്ട് എണ്ണ ഇങ്ങനെ ചൂടാകുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞ് മെൽറ്റ് കട്ടകളൊക്കെ മെൽറ്റാവുന്നു, ഒരറ്റത്തുനിന്ന് ചൂടാവുന്നു, കുഞ്ഞു ബബിൾസ് കാണുന്നു. അതൊക്കെ ഒരു രസമാണ്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ പറ്റുന്നവർക്ക് ഒരുപാട് വിഷ്വൽ എഫക്ട്സ് ഒക്കെ കാണിക്കാൻ പറ്റും ഇങ്ങനത്തെ ഓരോ വിഷ്വൽസിൽ. ഞാനിപ്പോൾ ആദ്യ ചോട് പോലും വെച്ചിട്ടില്ല. ഇത് തന്നെ ഓരോ തവണയും വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി കുറേ തവണ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഓരോരുത്തർ വീഡിയോസ് ഇടുന്നവരൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടും വരെ നമ്മളോർക്കും ഒരു ക്ലിക്കിൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ എന്താ അതിൽ ഇത്ര ടൈം കൺസ്യൂമിങ് എന്താണെന്നൊക്കെ നമ്മൾ ചിലപ്പോഴെങ്കിലും ഓർക്കുമായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഹാഫ് ഓഡിയോ ചെയ്യുമ്പോൾ നമുക്കത് സ്റ്റോപ്പാക്കിയിട്ട് നമ്മുടെ ഡെയിലി മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അങ്ങനെ ചെയ്തു വരുമ്പം ഏതെങ്കിലും ഒരു ക്ലിക്ക് സ്ലിപ്പായി പോവും. പിന്നെ ആദ്യം തൊട്ട് വീണ്ടും നമ്മൾ ചെയ്യുന്ന അങ്ങനെ രസമാണ് സംഭവം. നമ്മുടെ ഈ മറവി കാരണം വീണ്ടും അങ്ങനെ ഒരു റീടേക്ക് നമ്മളിത് ഡിലീറ്റായി പോയാൽ നമുക്ക് പിന്നെ വീണ്ടും ഒന്നത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോഴ് തന്നെ. അപ്പം നമ്മളത് കെയർഫുള്ളാവും, നമ്മൾക്ക് കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോസ് ചെയ്യാനുള്ള ഒരു താല്പര്യം. നമ്മൾ നല്ല കെയർ എടുത്തിട്ട് വേണം ഇത്, അല്ലെങ്കിൽ ഈ പഴനിറയുടെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തൊക്കെ ഈ എണ്ണയിലേക്ക് വീണ് പോവും. അപ്പം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാവ് വേറെ പഴം വേറെ ഫില്ലിങ്സ് വേറെ ഇങ്ങനെ ആയിപ്പോവും. കരിയാനും പാടില്ല. പിന്നെ അധികമായിട്ട് ഇമേഴ്സ്ഡായിട്ട് ഈ പഴനിറ മുങ്ങി കിടക്കുന്ന പോലെ ഓയിൽ ഒഴിക്കാത്തത്. നമുക്ക് എക്സസ്സായി വരുന്ന ഓയിൽ നമ്മൾ എടുത്തു വച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് യൂസ് ചെയ്താലും അടുത്ത ദിവസം യൂസ് ചെയ്താലും അത് റീഹീറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം വീണ്ടും ഈ എണ്ണ വീണ്ടും ചൂടാക്കുന്നത് നല്ലതല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം അത് പരമാവധി ഒഴിവാക്കാൻ എണ്ണ ഇങ്ങനെ അത്യാവശ്യം വേണ്ടത് ഒഴിക്കുകയാണ്. അത് കാരണമാണ് നിങ്ങൾ ഈ സ്പൂൺ കൊണ്ടൊക്കെ കോരി ഒഴിക്കുമ്പോൾ ഓർക്കും ഇതെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഓർക്കണ്ട. പിന്നൊരു കാര്യം, ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തിളയ്ക്കുന്ന എണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ മാവിലേക്ക് വീഴുമ്പം അതിങ്ങനെ മൊരിഞ്ഞ് വരുന്ന കാണാൻ നല്ല രസമാണ്. കുറച്ച് നേരം അങ്ങനെ ഒഴിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കൈ ഈ പാനിലേക്ക് പിടിച്ചിരുന്നത് വേഗം മാറ്റിയത്. എങ്ങാനും കയ്യിലേക്ക് വീണാൽ പിന്നെ കുറേ ദിവസം ആ നീറ്റൽ മാറുന്നവരെ നമ്മൾക്ക് ഓരോന്നെടുക്കുമ്പം അതൊരു ഇങ്ങനെ നീറിക്കൊണ്ടേ ഇരിക്കില്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് മാവൊന്നും വിട്ടു പോകാതെയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന്
ചൂടെത്താനുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്ലിറ്റിനുള്ളിലൂടെ കുറച്ച് മാവൊക്കെ ഉള്ളിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ മാവുകളും കൂടി ഒന്ന് നല്ല അത്യാവശ്യം ചൂട് എത്തണം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു പച്ചമാവ് വരും, അതൊരു സുഖമില്ല. പിന്നെ പഴവും ഒരു ചൂട് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ സുഖമില്ല. നമ്മളിനി ഇതിൽ ടോങ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണോ ഒരു പക്ഷേ ഈ നമ്മൾ അത് വിട്ടുപോയിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് അത് ഓയിൽ ഡ്രെയിനായി പോകാൻ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു അന്നേരം ഞാൻ ടോങ്സ് എടുക്കാൻ നീങ്ങുമ്പോൾ ഈ ഓയിൽ അധികം ചൂടായിട്ട് നമ്മൾ ഇനി ഒഴിക്കുന്ന പഴനിറ കരിഞ്ഞു പോവോ എന്നുള്ളൊരു തോന്നലായിരിക്കാം. ടോങ്സ് എടുത്തിട്ടില്ല. പിന്നെ ഇതിൽ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും എന്തിനാ അത്ര അധികം അവൽ എടുത്തതെന്ന് ഓർത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ പഴനിറ ചില കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും, കുറച്ച് ഹെവി ആയിട്ടൊക്കെ തോന്നിയിട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മിക്സ് ആ ബാറ്ററിലേക്ക് ചേർത്തിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് എടുക്കുകയാണെങ്കിൽ, മൊരിച്ചെടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേഗം കഴിച്ചിട്ട് കളിക്കാൻ ഓടാനുള്ള ഒരു അതുകൊണ്ട് ഇഷ്ടത്തോടെ അവർ കഴിച്ചോളും. പിന്നെ അവൽ ഫുള്ള് നനച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവൽ ഒത്തിരി ഇരുന്നാലൊക്കെ ചെറിയ പ്രാണികളൊക്കെ വന്ന് വരാറുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്രാണികൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാനും മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചില അവലുകൾ ഇങ്ങനെ കുറച്ച് ദിവസം ഇരുന്നാൽ ഉണ്ടാവാറുണ്ട്. അത് കാരണമാണ് ആ അവൽ ഫുള്ളും നമ്മളിന്ന് വിളയിക്കാൻ എടുത്തത്. അപ്പോൾ ആദ്യം ഒരു എണ്ണ അല്പം ഒരു ചൂടേറിയിട്ടാണോ എന്നറിയില്ല, ഒരു ടിപ്പിൽ ചെറിയൊരു ഡാർക്ക് ബ്രൗണിഷ് കളറ് ആയിട്ടുള്ള പോലെ. ഇനി നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ഈ 2 പഴനിറയും നമ്മൾ ബാറ്ററിൽ ബാക്കിയുള്ള ബാറ്ററും കൂടി അവൽ മിക്സും കൂടെ ചേർത്ത ബാറ്ററും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ എണ്ണ ബാലൻസ് വരികയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക എന്നുള്ളതാണ്. ഇതേ എണ്ണ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാം, എന്തിനേലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്ന് തന്നെ കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളത് റീഹീറ്റ് ചെയ്യുകയാണല്ലോ. ഇനി അടുത്ത ദിവസത്തേക്കാണേലും റീഹീറ്റിംഗ് ആണ്. അപ്പം അതല്ലാണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്യണതിന് മുന്നേ തന്നെ ഈ എണ്ണ നമ്മൾക്ക് യൂസ് ചെയ്യണം. അത് ഈ പഴനിറയൊക്കെ തണുത്ത് വരുന്ന ടൈമിനുള്ളിൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള എന്തെങ്കിലും റെസിപ്പീസ്, നമ്മൾക്ക് ഫ്രൈ ചെയ്യാനുള്ള ഡിഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്യാം. പിന്നെ നോണൊക്കെ തയ്യാറാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ, ഫിഷ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യാനും അതിലേക്കുള്ള ഗ്രേവിക്ക് വേണ്ട ഒണിയൻ,
അണിയനും ടൊമാറ്റോ ഒക്കെ നമ്മൾക്ക് ഇതേ ഓയിലിലേക്ക് സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. വീഡിയോ അങ്ങനെ കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് ഇരിക്കണ പോലെ തോന്നുന്നുണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മടുക്കൂലയോ, ഇതെന്താ ഇത്ര നീളത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, കുറേ സമയമെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിയാലോ. ഇപ്പോൾ ആർക്ക് സമയമില്ലാത്തതാണല്ലോ ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് കാരണം ആർക്കും മുഷിച്ചിൽ തോന്നാത്ത രീതിയിലുള്ള ഒരു കുറച്ച് ചെറിയ എന്നാലും വല്ലാണ്ട് ഷോർട്ടല്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എങ്ങനെയാണെന്ന് ഇനി പഠിക്കണം. ഗ്രാജുവലി ഓരോ വീഡിയോസിലും ഇങ്ങനെ ചേഞ്ചസ് ഞാൻ വരുത്താൻ പഠിക്കുകയാണ്. ടെക്നിക്കലി ഒരു ഐഡിയ എനിക്ക് അതിന് അങ്ങനെ അറിയില്ല. ഇതിൽ ഈ യൂട്യൂബിൽ കൂടെ തന്നെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇഷ്ടമാണ് പഠിച്ചിട്ട്. എനിക്കിങ്ങനെ ക്യാമറയൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ വേറെ വലിയ വലിയ വീഡിയോസ് പുറത്ത് പോയിട്ടെടുക്കുക, അല്ലെ വീടിനുള്ളിലാണേലും അങ്ങനെ വലിയ രീതിയിൽ അങ്ങനത്തെ ഒന്നും കഴിയുമെന്ന് തോന്നണില്ല. അപ്പം അത് കാരണമാണ് ഞാൻ ഇങ്ങനെ കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ നമ്മൾ പഴനിറ കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എണ്ണ ഉപയോഗപ്പെടുത്തണം. 1-2 ഈ ഒരു സെറ്റും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണ ഒരു കയറ് പപ്പടം കാച്ചാനുണ്ട്. അപ്പം നമുക്ക് ആ പപ്പടം ഈ എണ്ണയിൽ കാച്ചിയെടുക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും യാദൃച്ഛികമായിട്ടും ഇത് വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെ കളിയാക്കുമെന്ന് തോന്നിയാൽ അവരോട് പറഞ്ഞേക്കുക. ഇത് ഒരാളിങ്ങനെ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഗ്രാജുവലി ഇനിയിപ്പോൾ ഞാനിതിൽ നന്നായിട്ട് ടെക്നിക്കലി പഠിച്ച് കഴിയുമ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് കുറച്ചും കൂടെ ഫിനിഷിങ്ങിൽ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്.
വീഡിയോസ് അങ്ങനെ ലെങ്തി ആയിട്ട് തോന്നാണ്ടിരിക്കാൻ നമ്മൾ ഓഡിയോ കൊടുത്തിട്ട് ഫാസ്റ്റാക്കുമ്പോൾ ഓഡിയോനെ ബാധിക്കില്ലേ? അതൊക്കെ പഠിക്കാനുണ്ട്. അത് കാരണം വീഡിയോ ഫാസ്റ്റാക്കിയതിന് ശേഷം ഓഡിയോ കൊടുക്കണോ, ഇങ്ങനെ ടെക്നിക്കലി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ പഴംനിറ ബാറ്ററും പഴംനിറയും കംപ്ലീറ്റായി. ഇനിയിപ്പോൾ നമ്മൾക്ക് പപ്പടം കാച്ചിയെടുക്കാം. ഒരു പാക്കറ്റ് പപ്പടം കാച്ചിയെടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ പഴംനിറയുടെ ഫില്ലിങ്സും പഴംനിറയും ബാറ്ററിൽ ഉണ്ടാക്കിയ സ്വീറ്റെല്ലാം നല്ലോണം തണുക്കുമെന്ന് വിചാരിക്കാം. വല്ലാണ്ട് തണുത്തു പോവില്ല എങ്കിലും നമുക്ക് കഴിക്കാൻ പാകത്തിന് തണുക്കുമെന്ന് വിചാരിക്കാം. തണുത്തിട്ടില്ലെങ്കിൽ ഈ ശർക്കരയും മധുരവും ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് പല്ലിന് പ്രശ്നം ചെയ്തേക്കും. പപ്പടം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ പപ്പടം കാച്ചി ഒരു ടിന്നിൽ സൂക്ഷിച്ചാൽ നല്ലതല്ലേ. വെറുതെ ചായയുടെ കൂടെ പപ്പടം കഴിക്കാനും നല്ലതാണ്. വേറെ ഒന്നും കഴിക്കാൻ ടീ ടൈമിലില്ല എന്നുണ്ടെങ്കിൽ ഒരു പപ്പടം എടുത്തിട്ട് ചായ കുടിക്കുക, പപ്പടം കഴിക്കുക, അങ്ങനെ നല്ലതാണ്. പിന്നെ പണ്ട് കാലത്ത് ഈ കോൺഫ്ലേക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം 4 മണിക്കൊക്കെ ഇങ്ങനെ ചൂട് ചായയിൽ പപ്പടം ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇടുക, വേഗം തന്നെ സ്പൂണിലെടുത്ത് കഴിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഒരു ഡബ്ബയിൽ നമ്മൾ പപ്പടം പൊട്ടാതെ എടുത്തിട്ട് സൂക്ഷിക്കാം. പിന്നെ ഒരു ചെറിയ ഡബ്ബയിൽ നമ്മൾ പൊട്ടിച്ചിട്ട് ഫില്ല് ചെയ്ത് വെക്കേണ്ടി വരും. പൊട്ടും പയറുമൊക്കെ കഴിക്കുന്ന സമയത്ത് പൊട്ടിച്ച പപ്പടം ഒക്കെ കൂട്ടി കഴിക്കുമല്ലോ. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ബോക്സിൽ കുഞ്ഞ് ബോട്ടിൽ കണ്ടെയ്നറിലൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഈ പൊട്ടിച്ച പപ്പടം നമുക്ക് വേഗം പാക്കിങ് ടൈം പെട്ടെന്നൊക്കെ പാക്ക് ചെയ്യണമെങ്കിൽ ഹെൽപ്ഫുള്ളാവില്ലേ. ഇനി നമ്മൾ ഏകദേശം എണ്ണയിൽ പപ്പടം നല്ലോണം തട്ടിയിട്ടാണ് കാച്ചിയതെങ്കിലും പൊടിയൊക്കെ വീണു. ഇനിയിപ്പം നമ്മളത് ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പപ്പടം കാച്ചേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ അത്രയും കൂടെ ചൂട് വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ. ഇനിയിപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് പപ്പടം കാച്ചിട്ടുണ്ടെങ്കിൽ അത് പാനിൻ്റെ ഒക്കെ സൈഡ് കുറച്ച് ബ്രൗൺ കളർ കരിയുന്ന പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ഈ എണ്ണയിൽ 1-2 പപ്പടം കൂടി നമുക്ക് കാച്ചിയെടുക്കാൻ പറ്റും.
അങ്ങനെ നമ്മുടെ എണ്ണ നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. റീഹീറ്റ് ചെയ്യേണ്ടി വരാതെ നമ്മൾക്ക് കണ്ടെയ്നറിലേക്ക് ഇത് പപ്പടം തണുത്ത് പോകാണ്ട് അല്ലെങ്കിൽ പേപ്പർ പോലെ ആയിപ്പോവും നമ്മൾ ഈ പഴനിറയൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ. അത് കാരണം കണ്ടെയ്നറിലേക്കിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ആ ഒരു ടൈമിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾക്ക് ഈ പഴനിറയുടെ ഒപ്പം കുടിക്കാൻ വേണ്ടേ, കുടിക്കാൻ നമുക്ക് ബ്ലാക്ക് ടീ ഉണ്ടാക്കാം. ഓക്കെ, ബ്ലാക്ക് ടീയുടെ ഒരു ലൈറ്റ് കളർ, ഡാർക്ക് കളറാകുമ്പോൾ ഇതിൻ്റെ ഒരു പാല് ചേർക്കാണ്ട് കുടിക്കാൻ ഇച്ചിരി മടിയായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ലൈറ്റായിട്ട് മതി. നല്ല രസമാണ് ആ ഒരു വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ടീ ഡസ്റ്റ് ഇടുമ്പോഴേക്കും ആ ഒരു കളർ ഫോം ചെയ്ത് വരുന്നത്. പിന്നെ കപ്പായതുകൊണ്ട് നമ്മൾക്കത് അത്ര ഒരു ട്രാൻസ്പെറൻറ്റ് കപ്പ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ രസമായിരിക്കും നമ്മളതിങ്ങനെ ഒഴിക്കുമ്പോഴേക്കും. നമ്മുടെ പപ്പടം ഇങ്ങനെ കണ്ടെയ്നർ ഡബ്ബകളിൽ നിറച്ച് സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ ഒരു കവറ് കാച്ചി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് കഴിയും. നമ്മൾ ചോറുണ്ണുമ്പോഴും അല്ലാതെ പുട്ടൊക്കെ കഴിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ എടുക്കുകയാണെങ്കിൽ വേഗം കഴിയുമല്ലോ. അപ്പം അന്നേരം 3 4 ഒക്കെ കാച്ചുന്നതിലും നല്ലത് ഇങ്ങനെ കാച്ചി വെക്കുന്നതാണ്. നമ്മളത് ടീ ഡസ്റ്റ് ഇടുമ്പോൾ അതിങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു കളറ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടായാൽ ഭയങ്കര പാലില്ലാണ്ട് കുടിക്കത്തില്ല. ചിലരൊക്കെ ഭയങ്കര കടുപ്പത്തിൽ കുടിക്കും. അത് നല്ല സ്ട്രോങ് പീപ്പിളായിരിക്കും അങ്ങനെ അത്ര സ്ട്രോങ് ആയിട്ട് കുടിക്കുന്നത്. ഇതിപ്പോൾ നാവൽ നിറയും അവൽ വിളയിച്ചതും ഒക്കെയുള്ള അതിൻ്റെ കൂടി പിന്നെ പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മൊത്തത്തിൽ ഹെവി ആവണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ബ്ലാക്ക് ടീ തന്നെ കുടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾക്കിനി അവൽ വിളയിച്ചത് പാത്രത്തിലേക്ക്
വിളമ്പുകയാണ്, പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ് കഴിക്കാൻ. രണ്ട് കപ്പിൽ ഒന്നിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഒന്നിൽ ഷുഗർ ഇല്ലാതെയും കഴിക്കാം. ഷുഗർ ഇല്ലാതെ കുടിക്കാൻ ശീലിച്ചാൽ അതാണ് നല്ലത്. നമുക്ക് എപ്പോഴും നല്ലത് അതാണ്. പിന്നെ ഷുഗറില്ലാതെ കഴിക്കുന്ന ആൾക്കാർക്കും ചില സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് മധുരം ആഡ് ചെയ്ത് കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും അല്ലല്ലോ അങ്ങനെ കുടിക്കാം. അങ്ങനെ നമ്മുടെ പഴം നിറയും അവൽ വിളയിച്ചതും ബ്ലാക്ക് ടീയും റെഡി ആയിട്ടുണ്ട്.